ഓക്കെ. എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ? നല്ല മഴയാണ്. മഴ ഇപ്പൊ തുടങ്ങിയുള്ളൂ. നമ്മളെന്ത് ഹോട്ട്സ്പോട്ട് ആണെങ്കിലും എന്ത് ചെയ്യാം, നമ്മൾ പുറത്തിറങ്ങാതിരിക്കുക കേട്ടോ. നമ്മൾ സേഫ് ആയിട്ടിരിക്കുക, നമുക്ക് വേറെ ഒന്നും ഇല്ലല്ലോ. ഓക്കെ. ഇവിടെ ഇന്നലെ ഒന്നും വലിയ കുഴപ്പമില്ല, പക്ഷെ പാലക്കാട് ജില്ല നിങ്ങൾ നോർമലി കേൾക്കുന്നല്ലേ. പാലക്കാട് ജില്ല ഇപ്പൊ എന്താണ് ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ 2 ദിവസമായിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല. അപ്പൊ ഓക്കെ, നമ്മള് ഇന്നലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. കാണാൻ പറ്റാത്തവരോട് ഒന്ന് റിഫ്രഷ് അടിക്കാൻ പറ. കാണാൻ പറ്റാത്തവരോട് നമ്മൾ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ. കറണ്ട് അഫയേഴ്സ് ബാക്കി ആഡ് ചെയ്യും കേട്ടോ. ബാക്കി ആഡ് ചെയ്യും. ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബാക്കി നമ്മളത് വനിതാ പോലീസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പൊ അതിന്റെ ബാക്കി നോക്കാം. നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ഡിജിറ്റൽ ആൻഡ് ക്യാഷ്ലെസ് കോളനി അല്ലെ. 10ാമത്തെ ചോദ്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇന്നലെ നിർത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെ. 10ാമത്തെ ചോദ്യത്തിലാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. ഇനി ആദ്യമേ പറയുന്നത് എന്ത് ചെയ്യരുത്, പോള് യൂസ് ചെയ്യുക, ആൻസർ എന്ത് ചെയ്യരുത്, കമന്റ് ചെയ്യരുത് കേട്ടോ. ആൻസർ കമന്റ് ചെയ്യരുത്, പോള് യൂസ് ചെയ്യുക. പിന്നെ ഓരോരുത്തർ കയറി വരുമ്പോൾ എന്ത് ചെയ്യും, നേരെ അറിയാവുന്ന ചോദ്യമാകുമ്പോൾ എന്ത് ചെയ്യും, പെട്ടെന്ന് കയറി ആൻസർ ചെയ്യും. അത് നമ്മൾ എത്ര പറഞ്ഞാലും എന്ത് ചെയ്യും, അതൊരു എന്താ പറയാ, ഒരു മനസുഖമാണ്. പെട്ടെന്ന് ചാടി കയറുമ്പോൾ എവിടെയെങ്കിലും പോയി നമ്മളിങ്ങനെ പെട്ടെന്ന് വരുമ്പോൾ നമുക്കറിയുന്ന ചോദ്യമാണെങ്കിൽ നമ്മൾ അറിയാതെ പറഞ്ഞെന്ത് ചെയ്യും, ഉത്തരങ്ങൾ പറഞ്ഞു പോകും. അപ്പോ നമുക്ക് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ചോദ്യം, ടോക്കൺ കറൻസി സമ്പ്രദായം നടപ്പിലാക്കിയ ഡൽഹി സുൽത്താൻ ഫിറോസ് ഷാ തുഗ്ലക്, മുഹമ്മദ് ബിൻ തുഗ്ലക്, അലാവുദ്ദീൻ ഖിൽജി, ഷേർഷാ. ടോക്കൺ കറൻസി സമ്പ്രദായം നടപ്പിലാക്കിയ ഡൽഹി സുൽത്താൻ ഫിറോസ് ഷാ തുഗ്ലക്, മുഹമ്മദ് ബിൻ തുഗ്ലക്, അലാവുദ്ദീൻ ഖിൽജി, ഷേർഷാ. ഓളൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ആദ്യത്തെ 3 ആളുകൾ, ചന്ദ്രദേവ്, സൂരജ്, റാസിക്. 3 ആളുകൾ കേട്ടോ. അപ്പൊ ഇവിടെ ടോക്കൺ കറൻസി എന്ന് കേൾക്കുമ്പോഴത്തേക്ക് തുഗ്ലക്കിന്റെ മണ്ടൻ പരിഷ്കാരം എന്ന് പറഞ്ഞ് തുഗ്ലക്കിലേക്ക് ചാടി കയറുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ആരെ കൊടുത്തിട്ടുള്ളത്, ഫിറോസ് ഷാ തുഗ്ലക്കിനെ കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ? അതായത് തുഗ്ലക് എന്ന് കാണുമ്പോഴത്തേക്ക് ചാടി കയറാനുള്ള കുറച്ച് ആളുകൾ ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, തുടക്കത്തിൽ ഒരു ഫിറോസ് ഷാ തുഗ്ലക്കിന് എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഫിറോസ് ഷാ തുഗ്ലക്കും മുഹമ്മദ് ബിൻ തുഗ്ലക്കും അവിടെ കറക്റ്റ് ആയിട്ട് തിരിച്ചറിയുന്നവൻ ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സുഖമായിട്ട് ഇങ്ങോട്ടേക്ക് കയറുകയും ചെയ്യും. അപ്പൊ ടോക്കൺ കറൻസി, ഡക്കാൻ പോളിസി, ഇതൊക്കെ ആരുടേതാണ്, മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെതാണ് മെയിൻ ആയിട്ട്. ടോക്കൺ കറൻസിയും പിന്നെയോ നമുക്ക് ചോദിക്കാറുള്ളത് തലസ്ഥാന മാറ്റവും കേട്ടോ.
ടോക്കൺ കറൻസിയും തലസ്ഥാന മാറ്റവുമാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യാറുള്ളത്, നമുക്ക് ചോദിക്കാറുള്ളത് കേട്ടോ. രണ്ട് കാര്യങ്ങൾ, ഒന്ന് ടോക്കൺ കറൻസി, രണ്ടാമത്തേത് തലസ്ഥാന മാറ്റം. ഡൽഹിയിൽ നിന്നും ദൗലത്താബാദിലേക്ക്. ഡക്കാൻ പോളിസി എന്ന് പറയുന്നത് ഔറംഗസീബിന്റെ ഉണ്ട്, പക്ഷെ ഇദ്ദേഹത്തിന്റെ കാലത്തും എന്ത് ചെയ്തിട്ടുണ്ട്, തുഗ്ലക്കിന്റെ കാലത്താണ് ഇങ്ങോട്ടേക്ക് ഏറ്റവും കൂടുതൽ വലിയ സാമ്രാജ്യം എന്ത് ചെയ്യുന്നത്, തുഗ്ലക്കിന്റെ കാലത്താണ് വരുന്നത്. ആ അർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ഡക്കാൻ നയവും എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ പഠിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഡക്കാൻ പോളിസി എന്ന് പറയുന്ന ആരുടെയാണ്, ഔറംഗസീബിന്റെയാണ് കേട്ടോ. ഇപ്പൊ രണ്ടെണ്ണം മെയിൻ ആയിട്ട് ചോദിക്കാറുള്ളത്, ഒന്ന് ഡൽഹിയിൽ നിന്നും ദൗലത്താബാദിലേക്ക് തലസ്ഥാനം മാറ്റിയതും, രണ്ടാമത് ടോക്കൺ കറൻസി. ഇത് രണ്ടുമാണ് PSC എന്ത് ചെയ്യാറുള്ളത്, എടുത്ത് ചോദിക്കാറുള്ളത്. ബുദ്ധിമാനായ വിഡ്ഢി എന്നുള്ളത് പിന്നെ നമ്മൾ എന്നും കാണുന്ന, ബുദ്ധിമാനായ വിഡ്ഢി എന്നുള്ളത് നമ്മൾ എന്നും കാണുന്ന ചോദ്യമാണ്. ഇനി ഫിറോസ് ഷാ തുഗ്ലക്. ഫിറോസ് ഷാ തുഗ്ലക് കനാൽ സമ്പ്രദായം, ജസിയ സമ്പ്രദായം. ജസിയ സമ്പ്രദായം ഏർപ്പെടുത്തിയത് കനാൽ സമ്പ്രദായം. ഇത് രണ്ടും ആരുടേതാണ്, ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെതാണ് എന്നുള്ളത് കേട്ടോ. കനാൽ സമ്പ്രദായം, ജസിയ സമ്പ്രദായം ആരംഭിച്ചത്, ഇത് രണ്ടും ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെതാണ്. ഇനിയോ അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജി കമ്പോള പരിഷ്കരണം, അല്ലെ, കമ്പോള പരിഷ്കരണം, വില നിയന്ത്രണം എന്നൊക്കെ കോമൺ ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. തപാൽ സമ്പ്രദായം, കമ്പോള പരിഷ്കരണം, വില നിയന്ത്രണം എന്നും ചോദിക്കുന്ന ചോദ്യം ഏതാണ്, കമ്പോള പരിഷ്കരണമാണ് എന്നും നമുക്ക് എന്ത് ചെയ്യാറുള്ളത്, ചോദിക്കാറുള്ള ചോദ്യം എന്ന് പറയുന്നത് കേട്ടോ. അലാവുദ്ദീൻ ഖിൽജി. കമ്പോള പരിഷ്കരണം, വില നിയന്ത്രണം, ഇത് രണ്ടുമാണ് എന്ത് ചെയ്യുന്നത് അവിടെ മെയിൻ ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാനുള്ളത്. ഷേർഷാ. ഷേർഷാ ഗ്രാൻഡ് ട്രങ്ക് റോഡ്, റുപ്പിയ എന്ന നാണയം. ഗ്രാൻഡ് ട്രങ്ക് റോഡ്, റുപ്പിയ എന്ന നാണയം. പിന്നെ ഇദ്ദേഹത്തിന്റെ ശവകുടീരം സസാരം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഷേർഷയുടെ ശവകുടീരമാണ് ഇത്, സസാരം കേട്ടോ. അപ്പൊ മൂന്ന് കാര്യങ്ങൾ, ഗ്രാൻഡ് ട്രങ്ക് റോഡ്, റുപ്പിയ എന്ന നാണയം, സസാരം, ശവകുടീരം. ഇത്രയാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യാറുള്ളത്, LD പോലുള്ള പരീക്ഷകളിലേക്കൊക്കെ എടുത്ത് ചോദിക്കാറുള്ളത്. പിന്നെ നമുക്കറിയാൻ പറ്റും, മുഗൾ രാജവംശത്തിന് ഇടക്ക് കയറിയിട്ടാണ് എന്ത് ചെയ്തത്, ഇദ്ദേഹം ഹുമയൂണിനെ പരാജയപ്പെടുത്തിയിട്ട് എന്ത് ചെയ്തു, സൂർ എന്ന് പറയുന്ന രാജവംശം, ആ സൂർ രാജവംശം, ഷേർഷാ സൂരി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മളവിടെ പറയാറുണ്ട്. മെയിൻ ആയിട്ട് എന്തേ ഉള്ളൂ, ഷേർഷയുടെ കാലത്ത് എന്നുള്ളതാണ് കേട്ടോ. റുപ്പിയ എന്ന നാണയം, സസാരം, ഗ്രാൻഡ് ട്രങ്ക് റോഡ്, മൂന്ന് കാര്യങ്ങൾ. അലാവുദ്ദീൻ ഖിൽജി അത് നമുക്ക് വില നിയന്ത്രണവും കമ്പോള പരിഷ്കരണം എന്നുള്ള അത് മതി. തപാൽ സമ്പ്രദായം അദ്ദേഹത്തിന്റെ കാലത്ത് കൊണ്ടുവന്നത് ഫേമസ് ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്തത് അവിടെ പറഞ്ഞു. തപാൽ സമ്പ്രദായം ആരംഭിച്ചു എന്നുള്ളത് നമുക്ക് അവിടെ മെയിൻ ആയിട്ട് എന്ത് ചെയ്യണ്ട, ആ ലെവലിൽ വേണ്ട. കാരണം ഇതല്ലാതെ നമുക്ക് ചെങ്കിസ് ഖാന്റെ കാലത്ത് തപാൽ സമ്പ്രദായം ഉണ്ട്, കുതിരയെ ഉപയോഗിച്ചിട്ടുള്ളത് ഇഷ്ടംപോലെ തപാൽ സമ്പ്രദായങ്ങൾ നമുക്ക് സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ. ഇത് ഇത്രയും മതി, പറഞ്ഞ രണ്ട് കാര്യങ്ങൾ മാത്രം മതി അവിടെ കേട്ടോ. ഇനി നെക്സ്റ്റ് 12ാമത്തെ ചോദ്യം, പുതുവത്സരാഘോഷങ്ങൾ നിരോധിച്ച മുഗൾ ഭരണാധികാരി ആര്? അക്ബർ, ജഹാംഗീർ, ബാബർ, ഔറംഗസീബ്. പുതുവത്സര ആഘോഷങ്ങൾ നിരോധിച്ച മുഗൾ ഭരണാധികാരി അക്ബർ, ജഹാംഗീർ, ബാബർ, ഔറംഗസീബ്. ഇതെന്തുകൊണ്ടാണ് ഇത്രയൊക്കെ പോള് താഴുന്നത്? ഇതിലാകെ നിരോധിക്കാൻ പറ്റിയ ഒരാളേ ഉള്ളൂ. സൂരജ്, ചന്ദ്രദേവ്, ശ്രീജേഷ്. ഇതിലാകെ നിരോധിക്കാൻ പറ്റിയത് ആരേ ഉള്ളൂ? ഔറംഗസീബ് മാത്രമേ ഉള്ളൂ. കാരണം ബാക്കിയുള്ളവർക്കൊന്നും പുതുവത്സര ആഘോഷങ്ങൾ നിരോധിക്കേണ്ട ആ ഒരു ലെവലിലേക്ക് ഇല്ല. കാരണം എന്താ,
ജഹാംഗീർ ആണെങ്കിൽ ഫുള്ള് എൻജോയ്മെന്റിന്റെ ആളായിരുന്നു എന്നുള്ളത് നമുക്ക് തന്നെ അറിയാൻ പറ്റും. ബാബർ ആണെങ്കിൽ തുടങ്ങിയിട്ടുള്ളൂ, അദ്ദേഹത്തിന് ഇത് നിരോധിക്കാനുള്ള അവസരമൊന്നും കിട്ടിയിട്ടില്ല. അക്ബർ ആണെങ്കിൽ പുതിയ പുതിയ ഓരോ ആഘോഷങ്ങൾ കണ്ടെത്താനുള്ള ആളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നിരോധിക്കാൻ പറ്റിയ ഒരാളേ ഉള്ളൂ, അത് ആര് മാത്രം? പാട്ടും ഡാൻസും മറ്റേ ആഘോഷങ്ങളും ഒക്കെ നിരോധിച്ച ആരെന്നെയാണ്? ഔറംഗസീബ് തന്നെയാണ് കേട്ടോ. ഇനി അക്ബറിന്റെ പരിഷ്കാരങ്ങൾ പറഞ്ഞു. അക്ബറിന്റെ മെയിൻ ആയിട്ടുള്ളത് അക്ബറിന്റെ മാൻസബ്ദാരി സമ്പ്രദായം. നമ്മൾ എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് ഇത്. മാൻസബ്ദാരി സമ്പ്രദായം. പിന്നെയോ അക്ബറിന്റെ റവന്യൂ മന്ത്രി. അക്ബറിന്റെ റവന്യൂ മന്ത്രി, ധനകാര്യമന്ത്രി എന്നൊക്കെ പറഞ്ഞിട്ട് ആരെ ചോദിക്കാറുണ്ട്? രാജ ടോഡർമാൾ കേട്ടോ. രാജ ടോഡർമാൾ എന്നുള്ളത് എന്ത് ചെയ്യാം? അവിടെ ഓർത്തിരിക്കാൻ പറ്റും. മെയിൻ ആയിട്ട് നമുക്ക് എന്താണ് റവന്യൂ എന്ന് പറയുമ്പോൾ തന്നെ ടോളാണ് അല്ലെ? റവന്യൂ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ടോളാണ്. ടോഡർമാൾ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് ഇത് ടോൾ എന്നുള്ളത്. അപ്പൊ റവന്യൂ എന്ന് പറയുമ്പോൾ ടോള് പിരിക്കുക എന്ന് പറയില്ലേ നമ്മള്? അപ്പൊ ആ ലെവലിൽ തന്നെ എന്ത് ചെയ്താൽ മതി? അവിടെ ഓർത്തിരുന്നാൽ മതി കേട്ടോ. അക്ബറിന്റെ ധനകാര്യ മന്ത്രി, റവന്യൂ മന്ത്രി എന്നൊക്കെ പറഞ്ഞിട്ട് ആരെ ചോദിക്കാറുണ്ട്? ടോഡർമാളിനെ ഓർത്തിരിക്കാനുണ്ട്. ടോളാണ് റവന്യൂ ആയിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത് എന്നുള്ളത്. അതൊന്ന്. ഇനി അദ്ദേഹത്തിന്റെ സൈനിക മേധാവിയാണ് ആര്? അക്ബറിന്റെ സൈനിക മേധാവിയാണ് രാജ മാൻസിംഗ് കേട്ടോ. സൈനിക മേധാവി രാജ മാൻസിംഗ് എന്നുള്ളത് എന്ത് ചെയ്യാം? അവിടെ ഓർത്തിരിക്കുക. ഈ രണ്ടെണ്ണം എന്ത് ചെയ്യാറുണ്ട്? പലപ്പോഴായിട്ട് റിപ്പീറ്റ് അടിച്ച് ചോദിക്കാറുണ്ട്. മാൻസബ്ദാരി സമ്പ്രദായം, ദീൻ ഇലാഹി അദ്ദേഹം രൂപം കൊടുത്ത മതം. ദീൻ ഇലാഹി അദ്ദേഹം രൂപം കൊടുത്ത മതം, രാജ ടോഡർമാൾ റവന്യൂ മന്ത്രി, രാജ മാൻസിംഗ് സൈനിക മേധാവി, മാൻസബ്ദാരി സമ്പ്രദായം, സൈനിക സമ്പ്രദായം. അത്ര ഓർത്തിരിക്കുക. ഇനിയും പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ പറയാനുണ്ട്. നമുക്ക് അക്ബറിനെ മാത്രം പറഞ്ഞാൽ പോരാ. ബുലന്ദ് ദർവാസ ആണെങ്കിലും ഫത്തേപൂർ സിക്രി ആണെങ്കിലും ഇനി ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട് കേട്ടോ. ജഹാംഗീർ എന്താ? നീതിച്ചങ്ങല നടപ്പിലാക്കിയത്. നീതിച്ചങ്ങല നടപ്പിലാക്കിയത് ജഹാംഗീറിന്റെ കാലത്താണ്. പിന്നെയോ കശ്മീരിനെ എന്ത് വിശേഷിപ്പിച്ചു? കശ്മീരിനെ എന്ത് വിശേഷിപ്പിച്ചു? ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിച്ചത്. ഇനിയോ നീതിച്ചങ്ങല എന്ന് പറയുന്നത് വേറൊന്നുമില്ല. ആളുകൾക്ക് എന്തെങ്കിലും പരാതി പറയാനുണ്ടെങ്കിൽ പുറത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു ചങ്ങല വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചങ്ങലയിൽ എന്ത് ചെയ്യും? വലിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് അകത്ത് മണിമുഴങ്ങും. അപ്പൊ എന്ത് ചെയ്യും? ഇദ്ദേഹം പുറത്തേക്ക് വരും, പരാതി കേൾക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വരും. ഇതാണ് സംഭവം. എന്ത് നീതിച്ചങ്ങല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നടപ്പിലാക്കുന്നത്. അപ്പൊ ഭൂമിയിലെ സ്വർഗം എന്ന് കാശ്മീരിനെ വിശേഷിപ്പിച്ചത് മുഗൾ ചിത്രകല അതിന്റെ പാരമ്യത്തിലെത്തിയത് ആരുടെ കാലത്താണ്? മുഗൾ ചിത്രകല കേട്ടോ. മുഗൾ ചിത്രകല അതിന്റെ ഏറ്റവും കൊടുമുടിയിലെത്തിയത് ആരുടെ കാലത്താണ്? ജഹാംഗീറിന്റെ കാലത്താണ്. മുഗൾ ചിത്രകല അതിന്റെ ഏറ്റവും ഉന്നതിയിലെത്തിയത് ആരുടെ കാലത്താണ്? ജഹാംഗീറിന്റെ കാലത്ത്. അപ്പൊ 3 കാര്യങ്ങൾ പറഞ്ഞു. ഭൂമിയിലെ സ്വർഗം എന്ന് കശ്മീരിനെ വിശേഷിപ്പിച്ചത്, നീതിച്ചങ്ങല നടപ്പിലാക്കിയത്, മുഗൾ ചിത്രകല അതിന്റെ ഏറ്റവും ടോപ്പിലെത്തിയത് ആരുടെ കാലത്താണ്? ജഹാംഗീറിന്റെ കാലത്താണ് കേട്ടോ. ബാബർ നൂർജഹാൻ ഉണ്ട്. ബ്രിട്ടീഷുകാർക്ക് ഇവിടെ അനുമതി കൊടുത്തത്, ഫാക്ടറി തുടങ്ങാൻ അനുമതി കൊടുത്തത് വില്യം ഹോക്കിൻസ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. തോമസ് മോർ, ഇതൊക്കെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ബാബർ പേരിന്റെ അർത്ഥം സിംഹം എന്നാണ്. പക്ഷെ PSC എന്ത് കൊടുത്തിട്ടുള്ളൂ? കടുവ എന്നേ കൊടുത്തിട്ടുള്ളൂ. കടുവ കൊടുത്ത സമയത്ത് ഓപ്ഷനിൽ എന്തില്ല?
കടുവ കൊടുത്ത സമയത്ത് PSC ഓപ്ഷനിൽ എന്ത് ചെയ്തിട്ടില്ല, സിംഹം കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ സാഹചര്യത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, അവിടെ എഴുതുക. PSC കൊടുത്തിട്ടുള്ളത് ബാബർ എന്ന വാക്കിന്റെ അർത്ഥം കടുവ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് കൊണ്ട് കൊടുത്തത് കേട്ടോ. പിന്നെയോ ഒന്നാം പാനിപ്പത്ത് യുദ്ധം, മുഗൾ ഭരണ സ്ഥാപകൻ എന്നൊക്കെ പറഞ്ഞത് നമുക്ക് പറയാറുള്ളതാണ്. ഏത്? ബാബറിന്റെ മുഗൾ ഭരണ സ്ഥാപകൻ. ഇദ്ദേഹത്തിന്റെ ശവകുടീരം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇദ്ദേഹത്തിന്റെ ശവകുടീരം കാബൂളിലാണ് എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. ബാബർ, മുഗൾ ഭരണ സ്ഥാപകൻ, ഒന്നാം പാനിപ്പത്ത് യുദ്ധം. ഒന്നാം പാനിപ്പത്ത് യുദ്ധം ഇന്ത്യയിലേക്ക് പീരങ്കി കൊണ്ടുവന്നതും ആരെന്നെയാണ്? ബാബർ തന്നെയാണ്. പിന്നെ ബാബർ നാമ, ഇദ്ദേഹത്തിന്റെ ആത്മകഥ എന്നുള്ളത് നമുക്ക് നോർമലി എന്ത് ചെയ്യുന്നതാണ്, അറിയുന്ന. അപ്പൊ പീരങ്കി, വെടിമരുന്ന്, റോസാപ്പൂ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പറയും. ബാബർ നാമ ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ഒന്നാം പാനിപ്പത്ത് യുദ്ധം 1526 കേട്ടോ. ബാബർ പരാജയപ്പെടുത്തിയത് ആരെയാണ്? ബാബർ പരാജയപ്പെടുത്തിയത് ആരെയാണ്? ഇബ്രാഹിം ലോധിയെയാണ്. വെറും 4 വർഷം മാത്രമേ ആര് ഭരിച്ചിട്ടുള്ളൂ? ബാബർ ഭരിച്ചിട്ടുള്ളൂ. ഏറ്റവും കുറഞ്ഞ കാലം ഭരിച്ച. ഇതില് വേറൊരു ചെറിയൊരു ചോദ്യം ചോദിക്കാറുള്ളത്, മുഗൾ ഭരണത്തിന്റെ ശില്പി എന്ന് ചോദിച്ചാൽ ആരാണ്? മുഗൾ ഭരണത്തിന്റെ ശില്പി എന്ന് ചോദിച്ചാൽ ആരാണ്? അക്ബറാണ് കേട്ടോ. നമുക്ക് ബാബറാണെന്ന് തോന്നിപ്പോവും. മുഗൾ ഭരണ സ്ഥാപകൻ ബാബറും മുഗൾ ഭരണകാലത്തിന്റെ അല്ലെങ്കിൽ മുഗൾ ഭരണ സമ്പ്രദായത്തിന്റെ ശില്പി എന്ന് ചോദിച്ചാൽ അത് ആരാണ്? അക്ബറാണ്. കാരണം ഭരണമൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാനുള്ള ഒരു സമയം ആർക്ക് കിട്ടി? അക്ബറിന് കിട്ടി കേട്ടോ. കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ ഭരണത്തിൽ കയറാനും അതനുസരിച്ചിട്ട് നല്ലൊരു ഭരണം കാഴ്ചവെക്കാനുള്ള ഒരു സമയം ആർക്ക് കിട്ടി? അക്ബറിന് കിട്ടി. അതുകൊണ്ട് തന്നെ മുഗൾ ഭരണ സമ്പ്രദായത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് അക്ബറാണ്. മുഗൾ ഭരണത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ബാബറാണ് കേട്ടോ. തമ്മിൽ എന്ത് ചെയ്യരുത്, മാറരുത്. ഔറംഗസീബ് തന്നെ നമ്മൾ പറഞ്ഞു. ഔറംഗസീബിന്റെയാണ് ഫേമസ് ആയിട്ടുള്ള ഡക്കാൻ നയം എന്ന് പറയുന്നത് കേട്ടോ. ഡക്കാൻ മൊത്തം പിടിച്ചടക്കാനുള്ള ആ ഒരു പോളിസി രൂപീകരിച്ചത് ആരാണ്? ഔറംഗസീബാണ്. മറാത്താസിനെയും അതുപോലെ തന്നെ താഴെയുള്ള കുറെ നാട്ടുരാജാക്കന്മാരെയൊക്കെ പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് ഡക്കാൻ പോളിസി എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഡക്കാൻ പോളിസി ആരുടേതാണ്? ഔറംഗസീബിന്റേതാണ്. പിന്നെയോ ജസിയ പുനർസ്ഥാപിച്ചത് ഷാജഹാനെ തടവിലാക്കിയ മകൻ എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട് കേട്ടോ. ജസിയ പുനർസ്ഥാപിച്ചു ആര്? സിന്ധ് പീർ, ആലംഗീർ, ഇങ്ങനെ കുറെ പേരുകളിൽ ആരറിയപ്പെടുന്നു? ഔറംഗസീബ് അറിയപ്പെടുന്നു കേട്ടോ. ഔറംഗസീബ് കോമൺ ആയിട്ട് നമ്മൾ പറഞ്ഞത് ഡക്കാൻ നയം ഇദ്ദേഹത്തിൻ്റെതാണ്. ഷാജഹാനെ തടവിലാക്കിയ മകൻ ഇദ്ദേഹമാണ്. ജസിയ പുനർസ്ഥാപിച്ചത് ആലംഗീർ, ജീവിക്കുന്ന സന്യാസി എന്നൊക്കെ ആരറിയപ്പെടുന്നു? ഫിറോസ് ഷാ തുഗ്ലക് ജസിയ കൊണ്ടുവന്നു. അക്ബർ ജസിയ നിർത്തലാക്കി. ഔറംഗസീബ് ജസിയ പുനർസ്ഥാപിച്ചു. ഇതാണ് അതിന്റെ റൂട്ട് കേട്ടോ. ഫിറോസ് ഷാ തുഗ്ലക് ജസിയ ഏർപ്പെടുത്തി, അക്ബർ ജസിയ നിർത്തലാക്കി, ഔറംഗസീബ് വീണ്ടും പുനർസ്ഥാപിച്ചു കേട്ടോ. ഡക്കാൻ പിടിച്ചടക്കാനുള്ള നയം, അതന്നെ ഡക്കാൻ നയം കേട്ടോ. മറാത്താസിനെയും മറ്റ് നാട്ടുരാജ്യങ്ങളോടും അതേപോലെ തന്നെ എഗ്രിമെന്റുകൾ സൈൻ ചെയ്തിട്ടും ചിലരൊക്കെ സഹായിച്ചിട്ടും അങ്ങനെ ഡക്കാൻ മൊത്തം ഇദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ കൊണ്ടുവരാൻ അദ്ദേഹം നടപ്പിലാക്കിയ പോളിസിയാണ് ഡക്കാൻ പോളിസി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത്ര മതി. അവിടെ അക്ബറിന്റെ ഫിറോസ് ഷാ തുഗ്ലക് ജസിയ കൊണ്ടുവന്നതും അക്ബർ നിർത്തലാക്കിയതും ഔറംഗസീബ് പുനർസ്ഥാപിച്ചതും എന്ത് ചെയ്യണം, അവിടെ ഓർത്തിരിക്കണം കേട്ടോ. പാട്ടും ഡാൻസും ഒക്കെ നിർത്തിയത്, കൊട്ടാരത്തിൽ പാട്ടും ഡാൻസും ഒക്കെ നിർത്തിയത് ആരെങ്കിലും ഔറംഗസീബ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ അറിഞ്ഞൂടെ? പുതുവത്സര ആഘോഷം നിരോധിച്ചെങ്കിൽ പിന്നെ ഇയാൾ എന്ത് ചെയ്യണം? ഇയാൾ സന്യാസിയെ പോലെ ജീവിച്ചാൽ മതി, അത്ര വലിയ ആഡംബരമൊന്നും കാണിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? കൊട്ടാരത്തിൽ പാട്ടും ഡാൻസും പുതുവത്സര ആഘോഷവും ഒക്കെ
നിരോധിച്ചത്. ഇദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹം ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വേർതിരിക്കാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് വിളിക്കുന്നു, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആരുമായിട്ട് നമ്മൾ കഴ്സൺ പ്രഭുവിനെ ആരുമായിട്ട് താരതമ്യം ചെയ്യാറുണ്ട്, ഔറംഗസീബുമായിട്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെടുന്നത് കഴ്സൺ പ്രഭു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ പറയാറുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്ന് പറഞ്ഞിട്ട് വെല്ലസ്ലി പ്രഭുവിനെയും ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന് പറഞ്ഞിട്ട് റോബർട്ട് ക്ലൈവിനെയും എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്യാറുണ്ട്. ആ ഒരു 3 പേരും കൂടെ അവിടെ ഓർത്തിരിക്കണം. അക്ബർ ആണെങ്കിൽ വെല്ലസ്ലി, ബാബർ ആണെങ്കിൽ റോബർട്ട് ക്ലൈവ്, ഔറംഗസീബ് ആണെങ്കിൽ കഴ്സൺ പ്രഭു. കേട്ടോ. അത്രയും മതി കേട്ടോ. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ഒരു പോളിസി കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. നെക്സ്റ്റ്, ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തത് എന്ന് 1948 നവംബർ 23, 1949 നവംബർ 23, 1948 ഒക്ടോബർ 22, 1949 നവംബർ 22. പോൾ യൂസ് ചെയ്യാട്ടോ. ആ പരീക്ഷയ്ക്ക് നേരാവണ്ണം ഒരാൾ പോലും എഴുതാത്തൊരു ആൻസർ ആണ് ഇത്. ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ ചോദ്യം എഴുതാനുള്ളതല്ല, ഇത് വിടാനുള്ള ചോദ്യമാണ്. ഇത് എന്തിനുള്ളതല്ല, ഇത് വിടാനുള്ള ചോദ്യമാണ്. അല്ല, ഇപ്പൊ വിടാനുള്ള ചോദ്യമല്ല. കാരണം നിങ്ങൾക്ക് ഇത് എത്ര തവണ വർക്കൗട്ട് ചെയ്യാൻ തന്നിട്ടുണ്ട്, പക്ഷേ ഇവിടെ നോർമലി ഒരു പഠിച്ച ഉദ്യോഗാർത്ഥി എന്ത് ചെയ്യും, പഠിച്ച ഉദ്യോഗാർത്ഥി ഒരു അറ്റംപ്റ്റിന് നിൽക്കും. എങ്ങനെയാ, സൂരജ്, അനോജ്, ചന്ദ്രദേവ്. പഠിച്ച ഉദ്യോഗാർത്ഥി ഒന്ന് ചിന്തിക്കും, എന്ത് 1948 ഓപ്പറേഷൻ പോളോ എന്നുള്ളത് എനിക്കറിയാം. 48 ഹൈദരാബാദ് കൂട്ടിച്ചേർത്തത് എന്നും ഞാൻ പഠിച്ചിട്ടുണ്ട്. 48 നാട്ടുരാജ്യ സംയോജനം എന്നും ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യും, 48 ഒരു നവംബർ മാസം കൊണ്ടുപോയിട്ട് അങ്ങോട്ട് അലക്കും. അതിന് തന്നെയാണ് ഇവിടെ 48 നവംബർ എന്നുള്ളത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് ശങ്കിച്ച് നിൽക്കുന്ന ഒരാൾക്കാണെങ്കിൽ എന്ത് ചെയ്യും, അത് ഇവിടെ ഒരു 48 ഒക്ടോബർ 22 ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്നുകിൽ അതും കൊടുക്കും. അപ്പൊ നോർമലി പഠിച്ച ഒരാളും നന്നായിട്ട് പഠിച്ച ഒരാളും തമ്മിൽ ഏതിൽ രണ്ടിൽ വീഴും, ഈ രണ്ടെണ്ണത്തിൽ വീഴും. പക്ഷെ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. 49 നവംബർ 23 എന്ത് ചെയ്യുന്നത്, ഹൈദരാബാദിലെ നൈസാം കയറി ഒപ്പിടുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തയ്യാറാക്കുന്ന ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഫാർമാൻ പുറപ്പെടുവിക്കുന്നത്, ഓർഡർ പുറപ്പെടുവിക്കുന്നത് 1949 നവംബർ 23 ഇവിടെ സംഭവം എന്ത് ചെയ്തു, എല്ലാ സംഭവവും ഓപ്പറേഷൻ പോളോം കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നടപടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയി. പക്ഷേ പേപ്പർ കൊടുത്ത് ഒപ്പിടിപ്പിക്കുന്ന എപ്പോഴാണ്, 49 നവംബർ 23 സംഭവം മനസ്സിലായില്ലേ? നമ്മള് പൂരമൊക്കെ കഴിഞ്ഞു പോയി, അവിടെ കച്ചവടം ചെയ്ത ആളുകളൊക്കെ പൂരം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ കച്ചവടം ചെയ്ത് കിട്ടിയതിന്റെ ആ ഒരു കാര്യങ്ങളും സംഭവങ്ങളൊക്കെ സെറ്റിൽ ചെയ്തിട്ട് പോകുന്നത് കേട്ടോ. അതായത് ഇവിടെ ഈ ഹൈദരാബാദിൽ നൈസാമ ഫാർമൻ പുറപ്പെടുവിക്കുന്ന ദിവസമാണ്. ഈ ദിവസം മുതലാണ് ഏതിന്റെ ഭാഗമാവുന്നത്, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാവുന്നത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഡേറ്റ് ആണ്. നിങ്ങളിപ്പോ ജസ്റ്റ് ഗൂഗിളിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്തേ കാണാൻ പറ്റുള്ളൂ, ഹൈദരാബാദ് വാസ് അനക്സ്ഡ് ടു ഇന്ത്യൻ യൂണിയൻ എന്ന് പറഞ്ഞ് നിങ്ങൾ അടിച്ചു നോക്കിക്കഴിഞ്ഞാലും അവിടെ ഏതേ കാണുള്ളൂ, അവിടെ നിങ്ങൾ 1948 സെപ്റ്റംബർ ടു ഒക്ടോബർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഡേറ്റേ കാണുള്ളൂ. അതെന്ന് പറയുന്നത് എന്തിന്റെയാ, അതെന്ന് പറയുന്നത് ഓപ്പറേഷൻ പോളോയുടെ ആ പോലീസ് നടപടിയുടെ ഡേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഹൈദരാബാദിൽ നൈസാം ഫാർമാൻ പുറപ്പെടുവിച്ച് ഭാഗമാവുന്ന ഡേറ്റ് ആണ് ഇത് 1949 നവംബർ 23 എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഓപ്പറേഷൻ പോളോ 48 മാത്രമേ നമുക്ക് പഠിക്കേണ്ടുള്ളൂ. നമുക്ക് ഡേറ്റ് ഏതാ, ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തത്, അത് ഒഫീഷ്യലാണ് കേട്ടോ, ഒഫീഷ്യലാണ്. അപ്പൊ ഇപ്പൊ മനസ്സിലാക്കുമല്ലോ. നമുക്ക് ഇനിയൊരു തവണ വന്നു കഴിഞ്ഞാൽ നമ്മളെ മുന്നിൽ എന്ത് ചെയ്യരുത്,
ഇതിന്റെ മുന്നിൽ നമ്മൾ വീഴരുത്, നമ്മുടെ മുന്നിൽ ഇത് വീഴണം. അപ്പൊ അതിൽ അത്ര എന്ത് ചെയ്യാനുള്ളൂ, നമുക്ക് അവിടെ ഓർത്തിരിക്കാനുള്ളൂ. ഹൈദരാബാദ് കൂട്ടിച്ചേർത്ത നടപടിയാണ് ഇത് ഓപ്പറേഷൻ പോളോ എന്നുള്ളത്. എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക. 48-ലാണ് ഇത് ഓപ്പറേഷൻ പോളോ എന്നുള്ളത്. 49 നവംബർ 23 എന്നുള്ളത് എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് നോർമലി ഇപ്പോ ഈ ഒരു സംഭവം കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് 48-ലാണ് അപ്പൊ ഓപ്പറേഷൻ പോളോ. അടുത്ത വർഷം എന്ത് ചെയ്യുന്നുള്ളൂ, ഹൈദരാബാദിൽ നൈസാം ചേരുന്നുള്ളൂ. ഇനിയിപ്പോ നിങ്ങൾക്ക് നോർമലി ഇവിടെ ഹൈദരാബാദിലെ നൈസാം പുതുതായിട്ട് വരികയാണല്ലോ, ഇന്ത്യൻ യൂണിയനിലേക്ക് പുതുതായിട്ട് എന്ത് ചെയ്യാണ്, ജോയിൻ ചെയ്യണല്ലോ. ആ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും, നമ്മൾ പുതിയ എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത് നവ എന്നുള്ളത് അല്ലെ. പുതിയ എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത് നവ എന്ന് യൂസ് ചെയ്യും. ഓക്കെ, പുതിയ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ, നവംബർ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ ഏതാ വരിക? നവംബർ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ആദ്യത്തെ ഡേറ്റ് ഏതാ? നവംബർ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ ഇത് കേരളക്കാരോട് തന്നെയല്ലേ ചോദിക്കുന്നത്, നവംബർ 26 നവംബർ എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ ആദ്യം വരുന്നത്? കേരള പിറവി എന്ന് പറഞ്ഞിട്ട് നവംബർ 1 ആദ്യമായിട്ട് വരിക. എന്തെങ്കിലും രൂപീകരിച്ച ഡേറ്റ് മലയാളിനോട് ആദ്യം ചോദിച്ചാൽ നവംബറിൽ രൂപീകരിക്കാൻ പറ്റിയ ഒരു ഡേറ്റ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഏതേ വരുള്ളൂ? നവംബർ 1 വരുള്ളൂ. ആ 1 കഴിഞ്ഞിട്ടുള്ള അടുത്ത 2 സംഖ്യകൾ അങ്ങ് ഓർത്തിരുന്നാൽ മതി കേട്ടോ. ആ 1 അങ്ങോട്ട് മാറ്റി നിർത്തുക, അത് കേരളത്തിന് കൊടുക്കുക. നെക്സ്റ്റ് 2 നമ്പറുകൾ അങ്ങോട്ട് ഓർത്താൽ മതി. നവംബർ 23 എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നോർമലി അവിടെ കിട്ടും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ ഒരു സംഭവം എന്താണ് സംഭവം എന്നുള്ളത് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഡേറ്റ് ഓർക്കേണ്ട പണിയല്ലേ ഉള്ളൂ. ഇപ്പൊ നവംബർ 1 മാറ്റി നിർത്തി കഴിഞ്ഞാൽ നവംബർ 1 കേരളത്തിന് കൊടുക്കുക. അടുത്ത 2ഉം 3ഉം എന്ത് ചെയ്യുക, ഹൈദരാബാദിൽ നൈസാം എന്ന് പറയുന്ന അവിടുത്തെ ഭരണാധികാരി കേട്ടോ. അപ്പൊ ഇനി അത് മറക്കൂലല്ലോ. അപ്പൊ ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്ത ഡേറ്റ് ആണ് നമുക്ക് ആകെ എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിലെടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് അന്ന് ചോദിച്ചത് എന്തിനാണ്? ആരും തൊടാതെ പോവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ചോദിച്ചത്. പിന്നെയോ എല്ലാരും ചാടി കയറട്ടെ എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ 48 2 എന്ത് ചെയ്തത്, കാണുന്നിടത്ത് തന്നെ എന്ത് ചെയ്തത് അവിടെ കൊടുത്തിട്ടത് കേട്ടോ. ഇനി നെക്സ്റ്റ്, ഇത് 100 അടിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ ആൾറെഡി മുമ്പ് എന്ത് ചെയ്തു പറഞ്ഞു പോയി. അവിടെ വില്യം ഹോക്കിൻസ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ മുഗൾ ചക്രവർത്തി ആരായിരുന്നു? ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്, അക്ബർ. എവിടെ 100 പോയിട്ട് പകുതി പോലും ഇല്ലല്ലോ എന്നുള്ളതാണ്. ഞാൻ ഇതവിടെ പറഞ്ഞു തന്നില്ലേ, അപ്പുറത്ത് 4 വിശദീകരിച്ച സമയത്ത് ഞാൻ അവിടെ പറഞ്ഞു തന്നു. തോമസ് മൂറും വില്യം ഹോക്കിൻസും ബ്രിട്ടീഷുകാർക്ക് ഫാക്ടറി നിർമ്മിക്കാനുള്ള അനുമതിയും കൊടുത്തതും നീതിച്ചങ്ങല നടപ്പിലാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ ജസ്റ്റ് എന്ത് ചെയ്തു, അവിടെ പറഞ്ഞു പോയി. സൂരജ്, അനോജ്, ചന്ദ്രദേവ്. എന്നിട്ട് 50-ന് താഴെ ഞാൻ 100 പ്രതീക്ഷ എന്നെയാണ് തല്ലേണ്ടത്. ഉത്തരം ജഹാംഗീർ ആണ് കേട്ടോ. ജഹാംഗീർ ആണ് ആൻസർ. വില്യം ഹോക്കിൻസ് ആണെങ്കിലും തോമസ് മൂർ ആണെങ്കിലും ബ്രിട്ടീഷുകാർക്ക് ഫാക്ടറി നിർമ്മിക്കാനുള്ള അനുമതി കൊടുത്തതാണെങ്കിലും ഒക്കെ എന്താണ്, ജഹാംഗീർ ആണ് കേട്ടോ. കാരണം ജഹാംഗീറിന്റെ ആ ഒരു സ്വഭാവം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഒരു ടീം വന്നിട്ട് എന്ത് ചെയ്യാണ്, ഞങ്ങളിവിടെ ഫാക്ടറി തുടങ്ങട്ടെ എന്ന് ചോദിക്കുകയാണ്. വില്യം ഹോക്കിൻസ് അതിനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ ജഹാംഗീറിന്റെ ആ ഒരു പ്രകൃതം എന്ന് പറയുന്നത് നിങ്ങൾ എന്താ ചായിക്കോ, നമുക്ക് ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും നിങ്ങൾ ഫാക്ടറി തുടങ്ങുമ്പോൾ നമുക്ക് എന്താണ് മെച്ചം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ജഹാംഗീർ ചോദിക്കുന്നത്. അപ്പോ
ഇവിടെ നോർമലായിട്ട് എന്താണ് 1615 കാലഘട്ടങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, തോമസ് മൂർ ഒക്കെ ഇവിടെ വന്നിട്ട് വില്യം ഹോക്കിൻസ് ഒക്കെ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നത്, അനുമതി ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ഇയർ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഇയർ ഇതുവരെ ചോദിച്ചിട്ടില്ല. നിങ്ങൾ അവിടെ ഒരു ഇയർ ആയിട്ട് എന്ത് ചെയ്യണ്ട, പഠിക്കണ്ട. അങ്ങനെ ഇവർക്ക് ഫാക്ടറി സ്ഥാപിക്കാനുള്ള അനുമതിയും കാര്യങ്ങളും കൊടുക്കുന്ന ആരാണ്, ജഹാംഗീർ ആണ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത് കേട്ടോ. മാസ്റ്റർ റാൽഫിച്ച് വരുന്നത് ആരുടെ കാലത്താണ്, അക്ബറിന്റെ കാലത്താണ് കേട്ടോ. മാസ്റ്റർ റാൽഫിച്ച് വരുന്നത് ആരുടെ കാലത്താണ്, അക്ബറിന്റെ കാലത്താണ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട്, അവിടെ ചോദിക്കാറുണ്ട് കേട്ടോ. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ. ഇവിടെ തോമസ് റോയ് ആണ് കേട്ടോ, തോമസ് റോയ് ആണ്. എന്നോട് പേര് മാറി പറഞ്ഞാണേ. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ കേട്ടോ. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത്. പിന്നെയോ ഇന്ത്യയിലെത്തിയ ആദ്യത്തെ, ഞാൻ പറഞ്ഞു വില്യം ഹോക്കിൻസും തോമസ് റോയും എന്തിനാണ് വന്നത്, ഇവിടെ ഒരാളെ അയച്ചിട്ട് എന്ത് ചെയ്തു, ഇവിടെ ചോദിക്കാൻ വന്നപ്പോൾ എന്ത് ചെയ്തു, ജഹാംഗീറിനോട് ഇവിടെ കച്ചവടം തുടങ്ങട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം ഒന്നും അനുമതി കിട്ടിയില്ല. അപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിപ്ലോമാറ്റുകളെ ഇങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഫാക്ടറി സ്ഥാപിക്കണം, ഇവിടെ കച്ചവടം തുടങ്ങട്ടെ, ഇതൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷുകാരെന്ത് ചെയ്യുന്നത്, ഇംഗ്ലീഷുകാരെ ഓരോരുത്തരെ ഇങ്ങോട്ടേക്ക് വിടുന്നത്. വില്യം ഹോക്കിൻസിനെ വിട്ടു, തോമസ് റോയെ വിട്ടു, ഇങ്ങനെ ഓരോരുത്തർ എന്ത് ചെയ്യുന്നത്, ഡിപ്ലോമാറ്റുകളെ ഇങ്ങോട്ടേക്ക് വിടുക. എന്നിട്ട് രാജാവിനെ കണ്ടിട്ട് എന്ത് ചെയ്യുക, രാജാവിനെ കണ്ടിട്ട് അനുവാദം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നത്, വിടുന്നത് കേട്ടോ. അപ്പൊ അക്ബറിന്റെ കാലത്താണ് ആര് വരുന്നത്, മാസ്റ്റർ റാൽഫിച്ച് വരുന്നത് എന്നുള്ളത് പറഞ്ഞു. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ, ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്, മാസ്റ്റർ റാൽഫിച്ച കേട്ടോ. ജഹാംഗീറിന്റെ കാലത്താണ് ഈ ഫുൾ അനുമതിയും കിട്ടുന്നത്. കാരണം ജഹാംഗീർ കുടിച്ചു കൂത്താടി ഫുൾ എൻജോയ്മെന്റ് ആയിട്ട് നടക്കുകയാണ് കേട്ടോ. ഷാജഹാൻ എന്തറിയപ്പെടുന്നു, ഷാജഹാൻ നോർമലി എന്തറിയപ്പെടുന്നു, നിർമ്മിതികളുടെ രാജകുമാരൻ, നിർമ്മിതികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നു. പിന്നെയോ മുഗൾ ഭരണത്തിന്റെ സുവർണകാലം, മുഗൾ ഭരണത്തിന്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് കേട്ടോ. മുഗൾ ഭരണത്തിന്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് ഏതാണ്, മുഗൾ ഭരണത്തിന്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് ഷാജഹാൻ. രണ്ട് കാര്യങ്ങൾ മെയിൻ ആയിട്ട് എന്ത് ചെയ്യുക. പിന്നെ അവിടെ നമുക്ക് താജ്മഹൽ നിർമ്മിച്ചതാണ് ആരാണ്, ജുമാ മസ്ജിദ് നിർമ്മിച്ച ആരാണ്, ചെങ്കോട്ട നിർമ്മിച്ചത് ആരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ആരെയാണ്, ഷാജഹാനെയാണ് കേട്ടോ. മുഗൾ ഭരണത്തിന്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത്, നിർമ്മിതികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത്, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഷാജഹാനുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ ഷാജഹാൻ ആകെ PSC എന്തേ ചോദിക്കാറുള്ളൂ, ഷാജഹാൻ ആകെ ചോദിക്കാറുള്ളൂ. നമുക്ക് LDC പരീക്ഷകൾക്കൊക്കെ ഏത് കയറി വരാം, ഈ പറയുന്ന ഡൽഹി സുൽത്താനേറ്റ്, മുഗൾ രാജവംശമൊക്കെ കയറി വരാം കേട്ടോ. ചെങ്കോട്ടയൊക്കെ നിർമ്മിച്ചത് ഷാജഹാൻ തന്നെയാണ്. ചെങ്കോട്ട നിർമ്മിച്ചത്, ജുമാ മസ്ജിദ്, ഇതൊക്കെ എന്താണ്, ഷാജഹാൻ തന്നെയാണ് കേട്ടോ. ഔറംഗസീബിന്റെ ആൾറെഡി എന്ത് ചെയ്തു, നമ്മൾ അവിടെ പറഞ്ഞു. അപ്പൊ അത്രയും മതി. ഇവിടെ എന്ത് മാത്രമേ നിങ്ങൾ ഓർത്തിരിക്കേണ്ടുള്ളൂ, വില്യം ഹോക്കിൻസ്, തോമസ് റോ, മാസ്റ്റർ റാൽഫിച്ച്, ആ കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, അവിടെ ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത സ്വാതന്ത്ര്യ സമര സേനാനി ആര്, 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത സ്വാതന്ത്ര്യ സമര സേനാനി ആര്. ഈ പോള് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും PSC ഒരുക്കുന്ന ട്രാപ്പിലേക്ക്
ആണ് എന്ത് ചെയ്യുന്നത്, മെയിൻ ആയിട്ടുള്ള ഉത്തരം കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ട്രാപ്പിന് കൊടുക്കുന്ന ഓപ്ഷനാണ്. അപ്പോൾ പോളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അനോജ്, ചന്ദ്രദേവ്, സൂരജ്. ഇവിടെ കുറെ പേര് എന്ത് ചെയ്യും, ജോലി കിട്ടാൻ ധൃതി ഏറിയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും, മോത്തിലാൽ നെഹ്റു എന്ന് കാണുമ്പോഴത്തേക്ക് ബാക്കി ഓപ്ഷൻ ഒന്നും ആവശ്യമില്ല. അവിടെ കുറച്ച് പേര് അവിടെ വീണു പോകും. കാരണം എന്താ, 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്ന സമയത്ത് ആരുണ്ട്, മോത്തിലാൽ നെഹ്റു അതിന്റെ നേതൃത്വത്തിലുണ്ട്. അപ്പൊ കുറച്ച് പേരെങ്കിലും എന്ത് ചെയ്യും, ധൃതി ഏറിയിട്ട് ഇതിൽ കയറിയടിക്കും. അതാണ് നിങ്ങൾക്ക് ശരി ഉത്തരം ജയപ്രകാശ് നാരായണന്റെ തൊട്ട് പിന്നിലായിട്ട് പോൾ ഏതിൽ കൂടുതൽ കാണുന്നത്, മോത്തിലാൽ നെഹ്റു. അപ്പുറത്ത് നമ്മൾ കണ്ടു മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ശരി ഉത്തരമാണ്. പക്ഷെ ഇപ്പുറത്ത് ഫിറോസ് ഷാ തുഗ്ലക്കിന് തൊട്ടിപ്പുറത്ത് എന്ത് ചെയ്യാൻ പറ്റും, അതിനോടൊപ്പം നിൽക്കുന്ന അത്രയും ആളുകൾ അവിടെയും കാണാൻ പറ്റും. ഇവിടെ ആൻസർ ഏതാണ്, ജയപ്രകാശ് നാരായൺ. ജയപ്രകാശ് നാരായൺ നമുക്ക് മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇത്. ഒന്ന് സമ്പൂർണ്ണ വിപ്ലവം, അല്ലെ, ജയപ്രകാശ് നാരായൺ സമ്പൂർണ്ണ വിപ്ലവം. പിന്നെയോ സർവോദയ പ്ലാൻ മുന്നോട്ട് വെച്ചത് ആരാണ്, സർവോദയ പ്ലാൻ മുന്നോട്ട് വെച്ചത് ആരാണ്, ജയപ്രകാശ് നാരായണനാണ്. പിന്നെയോ എന്തറിയപ്പെടുന്നു, ലോക് നായക് എന്ന് അറിയപ്പെടുന്നു, ലോക് നായക് എന്ന് അറിയപ്പെടുന്നു. ജയപ്രകാശ് നാരായണൻ ലോക് നായക് എന്നറിയപ്പെടുന്നു. പിന്നെയോ സമ്പൂർണ്ണ വിപ്ലവം, സർവോദയ പ്ലാൻ മുന്നോട്ട് വെച്ചത് ജയപ്രകാശ് നാരായൺ എയർപോർട്ട് എവിടെയാ, ജയപ്രകാശ് നാരായൺ എയർപോർട്ട് പാട്ന, പാട്നയിലാണ് ജയപ്രകാശ് നാരായൺ എയർപോർട്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ട്, ഏതാ, ഇദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, എടുത്തു ചോദിക്കാറുണ്ട്. എന്താ, PUCL കേട്ടോ, PUCL, പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്, പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട്, PUCL എന്ന് പറയുന്ന ഒരു പാർട്ടി എന്ത് ചെയ്യാറുണ്ട്, എടുത്ത് ചോദിക്കാറുണ്ട്, പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്. അത് പക്ഷേ ഡയറക്റ്റ് ഇങ്ങനെ ചോദിക്കുന്നതിനേക്കാളും നല്ലത് എങ്ങനെയാ ചോദിക്കാറുള്ളത്, ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോളം ഉണ്ട്, മുമ്പത്തെ ടെക്സ്റ്റ് ബുക്കിൽ അന്തർദേശീയ മനുഷ്യാവകാശ സംഘടനകൾ, ദേശീയ മനുഷ്യാവകാശ സംഘടനകൾ എന്ന് പറഞ്ഞിട്ട് അന്തർദേശീയ മനുഷ്യാവകാശ സംഘടനകളിൽ പെടാത്തതേത് എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം ഉണ്ടാവാറുണ്ട്. അപ്പൊ ആംനസ്റ്റി ഇന്റർനാഷണൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ എണ്ണം ചെയ്തിട്ടുണ്ടാവും. ഏഷ്യ വാച്ച്, ഗ്ലോബൽ വാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും ഓപ്ഷൻ. എന്നിട്ട് അതിൽ താഴെ ഇടയിൽ ഒരെണ്ണം കാണാം, പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്. നിങ്ങൾ ക്വസ്റ്റ്യൻ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് കണ്ട ഓർമ്മ നിങ്ങൾക്കുണ്ടാവും കേട്ടോ. അന്തർദേശീയ മനുഷ്യാവകാശ സംഘടനകളിൽ പെടാത്തതേത് എന്ന് പറഞ്ഞിട്ട് ആംനസ്റ്റി ഇന്റർനാഷണൽ, ഏഷ്യ വാച്ച്, ഗ്ലോബൽ വാച്ച്, പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മളാണെങ്കിൽ ഇങ്ങനെ നോക്കിയിട്ട് ആംനസ്റ്റി ഇന്റർനാഷണൽ എനിക്കറിയാം, ഈ ഏഷ്യ വാച്ച്, ഗ്ലോബൽ വാച്ച് ഇതൊക്കെ ഉള്ള വാച്ച് തന്നെയാണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. മറ്റേതാണെങ്കിൽ പേര് കേൾക്കുമ്പോൾ എന്താണ് മനുഷ്യാവകാശമാണ്. പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് മനുഷ്യാവകാശം ആണേനും ഈ വാച്ച് എന്തിനാണ് ഇതിന്റെ ഇടയിൽ കൊടുത്തേക്കുന്നത്. രണ്ട് വാച്ചൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു വാച്ച് ചിലപ്പോൾ ഒറിജിനൽ ആവും, ഒന്ന് ചിലപ്പോൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടി കൊടുത്തതാവും എന്ന് പരീക്ഷാ ഹാളിൽ നിന്ന് തോന്നും. പരീക്ഷാ ഹാളിൽ നിന്നാണ് ഉള്ള പൊട്ട ബുദ്ധി മൊത്തം എന്ത് ചെയ്യുന്നത്, മൈൻഡിലേക്ക് കയറി വരുന്നത്. ഏതെങ്കിലുമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യും, ഇല്ലാത്ത ബുദ്ധി എല്ലാം തോന്നുന്ന എപ്പോഴാണ്, പരീക്ഷാ ഹാളിൽ നിന്ന്. അപ്പൊ ജയപ്രകാശ് നാരായണന്റെയാണ് ഇത് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് എന്ന് പറയുന്നത് കേട്ടോ. മെയിൻ ആയിട്ട് സമ്പൂർണ്ണ വിപ്ലവം, സർവോദയ പ്ലാൻ, സോഷ്യലിസ്റ്റ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി 34, ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് ഓർത്തിരിക്കുക. എന്ത് വിളിക്കുന്നു, ലോക് നായക് എന്ന് ഇദ്ദേഹത്തെ വിളിക്കുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അരുണ അസഫ് അലി, അരുണ അസഫ് അലി കിറ്റ് ഇന്ത്യ സമര നായിക, കിറ്റ് ഇന്ത്യ
സമരനായിക. അതാണ് നമുക്ക് ആകെ എന്ത് ചെയ്യാറുള്ളത്, അരുണ അസഫ് അലി മെയിൻ ആയിട്ട് ചോദിക്കാറുള്ളത് കേട്ടോ. അരുണ അസഫ് അലി നമുക്ക് മെയിൻ ആയിട്ട് എന്ത് ചെയ്യാറുള്ളത്, ചോദിക്കാറുള്ളത് കിറ്റ് ഇന്ത്യ സമര നായിക എന്ന് പറഞ്ഞത്. പിന്നെയോ മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്ന മാർക്ക് ലഭിച്ചിട്ടുണ്ട്. അരുണ അസഫ് അലിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്നയും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ കൂടുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് അടിച്ച് കണ്ട ചോദ്യം ഏതാണ്, കിറ്റ് ഇന്ത്യ സമരനായിക, കിറ്റ് ഇന്ത്യ സമരനായിക എന്നുള്ള ചോദ്യമാണ്. ലാല ലജ്പത് റായ്, ലാല ലജ്പത് റായ് പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്നു. പിന്നെയോ പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്നു. വന്ദേ മാതരം ന്യൂസ് പേപ്പർ. പിന്നെയോ അദ്ദേഹത്തിന്റെ പേരിൽ ലാത്തി ചാർജിനിടെ പരിക്കേറ്റ് മരണം. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകൻ. ഒരുപാട് കാര്യങ്ങൾ വേണ്ട, ഒരു 4 കാര്യങ്ങൾ നമ്മൾ അവിടെ റിവൈസ് ചെയ്യാം. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകൻ, അൺഹാപ്പി ഇന്ത്യ എന്ന പുസ്തകം പഞ്ചാബ് കേസരി എന്ന് അറിയപ്പെടുന്നു. ലാത്തി ചാർജിനിടെ മരണപ്പെട്ടത് കേട്ടോ. AITUCയുടെ സ്ഥാപകനൊക്കെ AITUCയുടെ സ്ഥാപകനൊക്കെ ലാലാ ലജ്പത് റായ്. പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പറയാനുണ്ടാവും. ലാലാ ലജ്പത് റായിയാണ് എന്റെ ശരീരത്തിൽ അടിക്കുന്ന ഓരോ ലാത്തിയടിയും ബ്രിട്ടീഷുകാരുടെ ശവപ്പെട്ടിയിലെ ആണികളാണ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചില്ലായിരുന്നോ കേട്ടോ. ലാത്തി ചാർജുമായി ബന്ധപ്പെട്ട് എന്റെ ശരീരത്തിൽ ഏൽക്കുന്ന ഓരോ ലാത്തിയടിയും ബ്രിട്ടീഷുകാരുടെ ശവപ്പെട്ടിയിലെ ആണികളായിരിക്കും എന്ന് പറഞ്ഞത് ആരെന്നെയാണ്, ലാലാ ലജ്പത് റായ് കേട്ടോ. വന്ദേ മാതരം ന്യൂസ് പേപ്പർ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് സിംഹം, അൺഹാപ്പി ഇന്ത്യ, AITUCയുടെ സ്ഥാപകൻ എന്നൊക്കെ നമുക്ക് 1920 ബോംബെയിൽ വെച്ചിട്ടാണ് AITUC എന്ത് ചെയ്യുന്നത്, സ്ഥാപിക്കുന്നത്. അത്രയും മതി കേട്ടോ. ഇംഗ്ലീഷ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്നൊക്കെ പറയുന്നത് വളരെ ഡീപ്പായിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഇംഗ്ലീഷ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്നുള്ള പുസ്തകം വളരെ ഡീപ്പായിട്ടുള്ള ചോദ്യമാണ്. അതൊരു നോർമൽ ക്വസ്റ്റ്യൻ അല്ല. നമുക്ക് അതൊക്കെ എപ്പോഴെങ്കിലും എന്താണ് PSC ഒരു തവണ ചോദിച്ച ഒരു ചോദ്യമൊക്കെയാണ്. LGSനൊന്നും നമുക്ക് അങ്ങനെ ഇംഗ്ലീഷ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന് പറയുന്ന ചോദ്യമൊന്നും അത്ര ഡീപ്പിലേക്കൊന്നും എന്ത് ചെയ്യൂല, അവിടെ പോവില്ല. അത് നമ്മൾ പഠിക്കുന്നതന്നെ എവിടെയാ, അത് നമ്മൾ പഠിക്കുന്നതിന് ദാദാഭായ് നവറോജി ആദ്യമായിട്ട് ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പേപ്പറാണ് ഇംഗ്ലണ്ട് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ പഠിക്കുമ്പോൾ അതേ പേരിൽ ഒരു പുസ്തകം ലാലാ ലജ്പത് റായ്ക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെപ്പറേറ്റ് അവിടെ പഠിക്കുന്നത് കേട്ടോ. വലിയ പരീക്ഷക്കൊക്കെ അങ്ങനെ എന്ത് ചെയ്യേണ്ടുള്ളൂ, നമ്മളവിടെ പ്രതീക്ഷിക്കേണ്ടുള്ളൂ. അപ്പൊ ഇത്രയും മതി അവിടെ. മോത്തിലാൽ നെഹ്റു പറഞ്ഞു. മോത്തിലാൽ നെഹ്റു നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയത്. പിന്നെയോ ഇൻഡിപെൻഡന്റ് എന്ന പത്രം, സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ സെക്രട്ടറി കേട്ടോ. സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ സെക്രട്ടറി. നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയത് 1928 മോത്തിലാൽ നെഹ്റു. ഇൻഡിപെൻഡന്റ് എന്ന പത്രം, ഒരു 3 ഫാക്ട് മതി കേട്ടോ. ഇൻഡിപെൻഡന്റ് എന്ന പത്രം, സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ സെക്രട്ടറി, നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയത്. അത്രയും മതി. മോത്തിലാൽ നെഹ്റു അത്രയും മതി കേട്ടോ. നെഹ്റു റിപ്പോർട്ട് നെഹ്റു തയ്യാറാക്കിയപ്പോൾ ജിന്ന അതിനെന്ത് ചെയ്താണ്, ജിന്ന 14 പോയിന്റുകൾ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് എന്ത് ചെയ്താണ്, സെപ്പറേറ്റ് തയ്യാറാക്കിയതാണ് കേട്ടോ. 14 പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് ജിന്ന തയ്യാറാക്കിയതാണ് എന്ത് ഇപ്പുറത്ത്. ഓക്കെ, നെക്സ്റ്റ് പോൾ യൂസ് ചെയ്യാം. നീൽ ദർപ്പൺ എന്ന ബംഗാളി നാടകത്തിന്റെ രചയിതാവ്. നീൽ ദർപ്പൺ എന്ന ബംഗാളി നാടകത്തിന്റെ രചയിതാവ് സുരേന്ദ്രനാഥ് ബാനർജി, ദീനബന്ധു
മിത്ര, രവീന്ദ്രനാഥ് ടാഗോർ, സത്യേന്ദ്രനാഥ് ടാഗോർ. ഇത് നമ്മൾ കണ്ട് 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 കാണിച്ച ചോദ്യമാണ് അല്ലെ. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും ഉണ്ടാവും എന്ത് നീൽ ദർപ്പൺ എന്നും പറഞ്ഞിട്ട്. ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തവർക്ക് പിന്നെയും കണ്ട് അത്രയും ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലൊരു സുഖമുള്ളതാണ് ഇത് നീൽ ദർപ്പൺ എന്ന് പറയുന്നത്. പിന്നെ തിരിച്ചും ചോദിക്കും ദീനബന്ധു മിത്രയുടെ നാടകം ഏതാണ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു എന്ത് ചെയ്യും ചോദിക്കും. അത് ബോർഡിൽ കാണാനുണ്ട്. ചന്ദ്രദേവ്, അനോജ്, സൂരജ്. ഉത്തരം ദീനബന്ധു മിത്ര. നമുക്കറിയാം. സുരേന്ദ്രനാഥ് ബാനർജി, സ്ഥിരം ചോദ്യം എന്താ? സുരേന്ദ്രനാഥ് ബാനർജി സ്ഥിരം ചോദ്യം. സുരേന്ദ്രനാഥ് ബാനർജി ഇന്ത്യൻ അസോസിയേഷൻ കേട്ടോ, ഇന്ത്യൻ അസോസിയേഷൻ സുരേന്ദ്രനാഥ് ബാനർജി 1776 ചോദിച്ച ചോദ്യമാണ്. രണ്ടും ചോദിച്ച ചോദ്യമാണ്. വർഷം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, വർഷം ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇന്ത്യൻ അസോസിയേഷൻ, ഇന്ത്യൻ അസോസിയേഷൻ അതിനെ കുറിച്ച് ആകെ ഇതേ ചോദിക്കാറുള്ളൂ. നമ്മൾ പിന്നെ എന്ത് ചെയ്യും, നമ്മൾ സെപ്പറേറ്റ് ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയും. പക്ഷെ അതൊന്നും ഇന്ത്യ വരെ ആരും ചോദിച്ചിട്ടില്ല, PSC ചോദിച്ചിട്ടില്ല. ബംഗാളി ന്യൂസ് പേപ്പർ എന്ന് പറയുന്നു, അതും ഇന്നേ വരെ ചോദിച്ചിട്ടില്ല. സുരേന്ദ്രനാഥ് ബാനർജിയെ കുറിച്ച് എപ്പോഴും ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് 1776 ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് ആര്? ഈ ചോദ്യത്തിലെ ഇതുവരെ ആരും ഉടക്കിയിട്ടുള്ളൂ, PSC ഉടക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ ഒക്കെ എന്ത് പഠിക്കും? ഇന്ത്യയുടെ ദേശീയ പതാക ഇയാൾ 1906 എന്ത് ചെയ്തിട്ടുണ്ട്, ഇയാൾ ഉയർത്തിയിട്ടുണ്ട്. മാഡം ബിക്കാജി കാം ഉയർത്തുന്നതിന് മുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളാണ് എന്ത് ചെയ്യാറുള്ളത്, നമ്മളാണ് കൊണ്ടുകയറി പഠിക്കാറുള്ളത്. ഇതിൽ തന്നെ ഒരുപാട് ആൾക്കാർക്ക് അതൊക്കെ അറിയാം, പക്ഷെ PSC പോലും അത് അറിഞ്ഞൂടാ. മാഡം ബിക്കാജി കാം ഉയർത്തുന്നതിന് മുന്നേ സുരേന്ദ്രനാഥ് ബാനർജി ഉയർത്തിയിട്ടുണ്ട്, അതൊക്കെ എനിക്കറിയാം. പക്ഷെ PSC ചോദിക്കുമ്പോൾ മാഡം ബിക്കാജി കാമേ ഉള്ളൂ എന്ന് എന്ത് ചെയ്യാറുണ്ട്, കുറെ പേര് അങ്ങനെയൊക്കെ പഠിക്കാറുണ്ട്. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ്, പിന്നെയോ ബംഗാളി ന്യൂസ് പേപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ കുറിച്ച് വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയുന്നവരുണ്ട്. ഇപ്പൊ സുരേന്ദ്രനാഥ് ബാനർജി ഏത് മതിയപ്പോ? അല്ല, ഒരു ആളെ കുറിച്ചിട്ട് നമുക്ക് നോർമലി നോക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് പിന്നെ സമയം ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് പോകേണ്ട കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ സുരേന്ദ്രനാഥ് ബാനർജിയെ കുറിച്ചിട്ട് അത്രയും PSC ഇന്നേ വരെ ഈ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, അതായത് നമുക്ക് നോർമലി PSC രൂപീകരിച്ചതിന് ശേഷം സുരേന്ദ്രനാഥ് ബാനർജിയെ കുറിച്ചിട്ട് ഈ 2 ചോദ്യങ്ങളിലെ അവരുടക്കിയിട്ടുള്ളൂ എങ്കിൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യണ്ട, നമുക്ക് അത്രത്തോളം ഡീപ്പിൽ പോകേണ്ട ആവശ്യം ഇല്ല കേട്ടോ. കാരണം ഇത് നോർമലി ഓരോരുത്തർ എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, സംശയം വിളിച്ച് ചോദിക്കുന്നതാണ്. മാഡം ബിക്കാജി കാമയുടെ മുന്നേ ഇയാള് ദേശീയ പതാക ഉയർത്തിയിട്ടുണ്ടല്ലോ, അപ്പൊ അതല്ലേ ആൻസർ വരേണ്ടത്. അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട്, ഇന്ത്യൻ ദേശീയ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് ആര് എന്നുള്ള ചോദ്യത്തിൽ എന്നെങ്കിലും ഒരിക്കൽ ഇയാളുടെ ഓപ്ഷനിൽ പേരെങ്കിലും വന്നിട്ടുണ്ടോ? അതുപോലും വന്നിട്ടില്ല. മനസ്സിലായോ? എന്നെങ്കിലും ഒരിക്കല് ഇന്ത്യൻ ദേശീയ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് ആര് എന്നുള്ള ചോദ്യത്തിൽ PSC അറിയാതെ പോലും എന്ത് ചെയ്തിട്ടില്ല, ഇയാളുടെ ഒരു ഓപ്ഷൻ പേര് ഉൾപ്പെടുത്തിയിട്ട് പോലും ഇല്ല. നമുക്കൊക്കെ എന്താണ് മാഡം ബിക്കാജി കാമ നെഹ്റു എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്. പിന്നെ നമ്മളാണ് അരിച്ചു പെറുക്കി വായിച്ചത്. 1906 ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ത്രിവർണ്ണ പതാക ഉയർത്തിയിട്ടുണ്ട്. അതെന്ത് ചെയ്തിട്ടില്ല, നമ്മൾ ഇതുവരെ കണക്കാക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. PSCക്ക് ഇഷ്ടം മാഡം ബിക്കാജി കാമ പുറത്ത് ജർമ്മനിയിൽ കൊണ്ടുപോയി ഉയർത്തിയത് സ്വീകരിക്കാനാണ്. നമ്മളത് സമ്മതിച്ചു കൊടുക്കുക കേട്ടോ. 1907 എന്ത് ചെയ്യുന്നത്, മാഡം ബിക്കാജി കാമ സ്റ്റുട്ട്ഗർട്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നത്, ഉയർത്തുന്നത്. ദീനബന്ധു മിത്ര ആൾ പറഞ്ഞു. രവീന്ദ്രനാഥ് ടാഗോർ, ടാഗോറിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു 2-3 വർക്ക് പറഞ്ഞു. ടാഗോറിന്റെ മെയിൻ ആയിട്ടുള്ള 2-3 വർക്ക്, ഒന്ന് ഗോര, ഗീതാഞ്ജലി, ഹംഗ്രി സ്റ്റോൺസ് കേട്ടോ. 4 വർക്ക് എഴുതി വെച്ചോ. ഹംഗ്രി സ്റ്റോൺ, കാബൂളിവാല, ഗീതാഞ്ജലി, ഗോര. ഗോല, കാബൂളിവാല, ഹംഗ്രി സ്റ്റോൺ, ഗീതാഞ്ജലി, 4 വർക്ക് അവിടെ നോട്ട് ചെയ്യാം കേട്ടോ.
ഗോര. ഗോര എന്നുള്ളത് ടാഗോർ എന്നുള്ളതിൽ തന്നെ ഉണ്ട്. മുമ്പ് ചോദിച്ചതാണ് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഗോരയാണ് എന്ത് ചെയ്തത്, ഗോര എന്ന കൃതി ആരുടേതാണ് എന്ന് എന്ത് ചെയ്തത് എടുത്തു ചോദിച്ചത് കേട്ടോ. അപ്പൊ ഗോര, ഗീതാഞ്ജലി, കാബൂളിവാല, ഹംഗ്രി സ്റ്റോൺ. പോസ്റ്റ് ഓഫീസ് ഒക്കെ ഉണ്ട്, പിന്നീട് വർക്ക് ഉണ്ട് കേട്ടോ. ഗീതാഞ്ജലി നമുക്ക് എന്ത് ചെയ്യണം അവിടെ 1913 നൊബേൽ സമ്മാനം നേടിയ കൃതി എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യണം അവിടെ സെപ്പറേറ്റ് അത് ഓർത്തിരിക്കണം കേട്ടോ. 1913 നൊബേൽ സമ്മാനം നേടിയത് എന്ന് പറഞ്ഞിട്ട്, സാഹിത്യത്തിന് നൊബേൽ സമ്മാനം എന്ന് പറഞ്ഞിട്ട് അതും എന്ത് ചെയ്യണം അവിടെ ഓർത്തിരിക്കണം. സത്യേന്ദ്രനാഥ് ടാഗോർ. ഹംഗ്രി സ്റ്റോൺ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഹംഗ്രി സ്റ്റോൺ ചോദിച്ചിട്ടുണ്ട്. സത്യേന്ദ്രനാഥ് ടാഗോർ. ഗാനവും ഗീതവും ഒക്കെ ബംഗാളി തന്നെയാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യത്തെ ICS നേടിയ, സിവിൽ സർവീസ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആര്? ഇന്ത്യൻ സിവിൽ സർവീസ് ICS നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് സത്യേന്ദ്രനാഥ് ടാഗോർ കേട്ടോ. ICS നേടിയ, ആകെ ഈ ഒരു ചോദ്യം മാത്രമേ ഇദ്ദേഹത്തെ എന്ത് ചെയ്യാറുള്ളൂ, അങ്ങനെ ചോദിക്കാറുള്ളൂ. ICS നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ, ഇന്ത്യൻ സിവിൽ സർവീസ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ, ഇന്ത്യൻ സിവിൽ സർവീസിൽ പ്രവേശനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞിട്ട് ആര് ചോദിക്കാറുണ്ട്? സത്യേന്ദ്രനാഥ് ടാഗോർ കേട്ടോ. അത്രയും മതി. ടാഗോർ ഫാമിലിയിൽ പെട്ട് തന്നെയാണ്. ഈ ഒരു ചോദ്യം മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, അയാളെ കുറിച്ച് ആകെ ചോദിച്ചിട്ടുള്ളൂ. നെക്സ്റ്റ്, ഇതൊരു 100 അടിക്കാൻ പറ്റുമോ? എന്നും കാണുന്ന ഒരു ചോദ്യമാണ്. ഹിതകാരിണി സമാജം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? വീരേശലിംഗം, ജ്യോതിബ ഫൂലെ, EV രാമസ്വാമി നായ്ക്കർ, ആത്മാറാം പാണ്ഡുരംഗ്. 100 എവിടെ 100? ഹിതകാരിണി സമാജം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഇതൊക്കെ സ്ഥിരം നിങ്ങൾ കണ്ടു തഴമ്പിച്ച ചോദ്യമാണ്. ചന്ദ്രദേവ്, അനോജ്, സൂരജ്. ഉത്തരം വീരേശലിംഗം അല്ലെ? വീരേശലിംഗം. ഈ അരുവിപ്പുറം എടുത്തു തന്നെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, മുമ്പ് ഒരു ചോദ്യം ആയിരുന്നത് 1888 നടന്ന ചരിത്ര സംഭവം താഴെ പറയുന്നവയിൽ ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ 100 കിട്ടും വിചാരിച്ചു. പക്ഷെ 90 പോലും തന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനേക്കാൾ സിമ്പിളായിട്ട് ഇനി വേറൊന്നും വരാനില്ലല്ലോ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഉത്തരം വീരേശലിംഗമാണ് കേട്ടോ. വീരേശലിംഗം. പിന്നെയോ, കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടൊരു ചോദ്യമായിരുന്നു ഇത്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ? വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് അല്ലെ? വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് ഇദ്ദേഹമാണ്. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ്. അതാണ് കഴിഞ്ഞ വർഷം നമ്മൾ എന്ത് ചെയ്തത്, ഖാദി ബോർഡോ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റോ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നല്ലേ? ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ കേട്ടോ. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ്. അപ്പൊ 2 മെയിൻ ആയിട്ട് അവിടെ ഓർത്തിരിക്കുക. ഹിതകാരിണി സമാജം, വീരേശലിംഗം, പിന്നെ വിവേകവർദ്ധിനി ഒക്കെ ഇദ്ദേഹത്തിന്റെ തന്നെയാണ് കേട്ടോ. വിവേകവർദ്ധിനി ഇദ്ദേഹത്തിന്റെയാണ്. ഇനിയോ, ജ്യോതിബ ഫൂലെ. ജ്യോതിബ ഫൂലെ. ഞാൻ ലിംഗമാറ്റം എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ലിംഗമാറ്റ ശസ്ത്രക്രിയ എന്നൊക്കെ പറയുന്നത് എന്താണ്, വീരന്മാർക്ക് മാത്രമേ നടക്കുള്ളൂ എന്നുള്ള ആ ലെവലിൽ ഞാൻ അവിടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. ജ്യോതിബ ഫൂലെ. ജ്യോതിബ ഫൂലെ. സത്യശോധക് സമാജ് അല്ലെ? സത്യശോധക് സമാജ്, അതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത്. കഴിഞ്ഞ ഈയോന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതുണ്ടായിരുന്നു? സത്യശോധക് സമാജ്. ഇവിടെ ഈ പുല്ലെ എന്നുള്ളതും സത്യം പറയണ എന്നുള്ള ആ ഒരു കമന്റ് ഓർത്തിരുന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജ്യോതി പുല്ലെ എന്നുള്ള ആ ലെവലിൽ ഓർത്തിരിക്കാൻ പറ്റും കേട്ടോ.
ജ്യോതിബ ഫൂലെയാണ് ഇത് സത്യശോധക് സമാജ്. അപ്പൊ ഈ പ പുല്ലെ എന്നുള്ളത് ആ ലെവലിൽ വായിക്കാൻ പറ്റണം കേട്ടോ. വിധവാ പുനർവിവാഹം പ്രോത്സാഹിപ്പിച്ചത് അത് ടെക്സ്റ്റിലെ ഡയറക്റ്റ് സെന്റൻസ് കോപ്പി ചെയ്തതാണ് കേട്ടോ. പ്രാർത്ഥനാ സമാജം എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ജ്യോതിബ ഫൂലെ സത്യശോധക് സമാജ്, ഇതിന്റെ വർഷം എന്ന് ഓർത്തിരുന്നോ? സത്യശോധക് സമാജ് വർഷം 1873 കേട്ടോ. 1873 വർഷം ഓർത്തിരിക്കണം കേട്ടോ. വർഷം ചോദിച്ചാണത്, കാരണം ഇങ്ങോട്ടേക്കാണ് PSC ചോദ്യത്തിൽ ഇങ്ങോട്ടേക്കാണ് തന്നത് കേട്ടോ. 1873 സത്യശോധക് സമാജ് രൂപീകരിച്ചത് ആര് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വർഷം ഇങ്ങോട്ടേക്ക് തന്നു. PSC എപ്പോ ഒരു സാധനം ഇങ്ങോട്ടേക്ക് തന്നോ അത് തിരിച്ച് അങ്ങോട്ടേക്ക് മേടിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വർഷം ഇങ്ങോട്ടേക്ക് എപ്പോഴെങ്കിലും ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഓർത്തോണം, തിരിച്ച് എപ്പോഴെങ്കിലും ഒക്കെ അങ്ങോട്ടേക്ക് തിരിച്ചു ചോദിക്കും. അപ്പൊ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ. 1873 സത്യശോധക് സമാജ്. ഇനിയോ EV രാമസ്വാമി നായ്ക്കർ. EV രാമസ്വാമി നായ്ക്കർ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്. സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ഇദ്ദേഹത്തിൻ്റെതാണ് കേട്ടോ. സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ഇദ്ദേഹത്തിൻ്റെതാണ്. പെരിയോർ എന്നറിയപ്പെടുന്നതും ഇദ്ദേഹം തന്നെയാണ്. വൈക്കം വീരൻ, വൈക്കം സത്യാഗ്രഹത്തിൽ തമിഴ്നാട്ടിൽ നിന്നും പങ്കെടുത്തത് ആര് എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റിന്റെ മലയാളം എഴുതി വെച്ചോട്ടോ. സ്വാഭിമാന പ്രസ്ഥാനം. സ്വാഭിമാന പ്രസ്ഥാനം. അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്നും പറഞ്ഞിട്ടിരിക്കും. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റിന്റെ മലയാളമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ പരീക്ഷയ്ക്ക് വേറെ ഒന്നും വേണ്ട, പിന്നെ അതന്നെ മതി. ഇതെനിക്ക് അപ്പൊ ഓടിയില്ലല്ലോ, ഞാൻ അതിന്റെ അർത്ഥം ഓർത്തില്ലല്ലോ എന്നും പറഞ്ഞിട്ട് പിന്നെ അന്നത്തെ ദിവസം ഫുള്ള് അങ്ങോട്ടേക്ക് ഡെഡിക്കേറ്റ് ചെയ്യാനേ കാണുള്ളൂ കേട്ടോ. അപ്പൊ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റിന്റെ മലയാളമാണ് ഇത്, സ്വാഭിമാന പ്രസ്ഥാനം എന്ന് പറയുന്നത്. EV രാമസ്വാമി നായ്ക്കർ. EV രാമസ്വാമി നായ്ക്കർ. പെരിയോർ എന്നറിയപ്പെടുന്നു, വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നു. വൈക്കം സത്യാഗ്രഹത്തിൽ തമിഴ്നാട്ടിൽ നിന്നും പങ്കെടുത്തത് കേട്ടോ. ആത്മാറാം പാണ്ഡുരംഗ്. ആത്മാറാം പാണ്ഡുരംഗ് പ്രാർത്ഥനാ സമാജം. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. വർഷം വർഷം 1867 കേട്ടോ. 1867. 1867 വർഷം ഓർത്തിരിക്കാൻ എളുപ്പമാണ്. നമുക്കറിയാം, നമ്മൾ ഈ പേരിൽ തന്നെ ഓർത്തിരിക്കുക. ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, പ്രാർത്ഥിക്കാറുള്ളത് അല്ലെ. ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആരാണെങ്കിലും എന്ത് ചെയ്യും, ഒന്ന് എഴുന്നേറ്റ് നിൽക്കും അല്ലെ. ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആരാണെങ്കിലും എന്ത് ചെയ്യും, ഒന്ന് എഴുന്നേറ്റ് നിൽക്കും. അതന്നെയാണ് ആരാണെങ്കിലും, ആറാണെങ്കിലും 6, എഴുന്നേറ്റ് നിൽക്കും 7. അവിടെ ആ വർഷം നമുക്ക് അതിൽ തന്നെ എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങൾക്ക് അവിടെ കണക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആരാണെങ്കിലും എഴുന്നേറ്റ് നിൽക്കും. ആത്മാറാം പാണ്ഡുരംഗ് പ്രാർത്ഥനാ സമാജം 67. ഈ 3 സാധനങ്ങൾ അവിടെ കണക്ട് ചെയ്ത് എന്ത് ചെയ്യാം, ആ ഒരൊറ്റ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അവിടെ ഓർത്തിരിക്കാം. ആത്മാർത്ഥമായിട്ടാണെങ്കിൽ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആരാണെങ്കിലും എന്ത് ചെയ്യും, എഴുന്നേറ്റ് നിൽക്കും. അപ്പൊ 1867 എന്നും അവിടെ കിട്ടും. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ് എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ തന്നെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇത്രയും അവിടെ പറഞ്ഞോളൂ. ആത്മാറാം പാണ്ഡുരംഗ് പ്രാർത്ഥനാ സമാജം, ഇതാണ് വിധവാ പുനർവിവാഹവും ഒക്കെ എന്ത് ചെയ്തത്, പ്രോത്സാഹിപ്പിച്ചിരുന്നത് പ്രാർത്ഥനാ സമാജത്തിന്റെ കീഴിലായിരുന്നു. അതാണ് ടെക്സ്റ്റ് ബുക്കിൽ നാം കോളത്തിൽ നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണത് കേട്ടോ. 10ാം ക്ലാസ്സിലെ
ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോളം കൊടുത്തിട്ടുണ്ട്, പ്രാർത്ഥനാ സമാജം, സത്യശോധക സമാജ്, ഇങ്ങനെ കുറെ എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിന്റെ വലത്തെ വശത്ത് എന്തിനാണെന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഡയറക്റ്റ് കോപ്പി പേസ്റ്റ് അടിച്ച് ചോദ്യമായിരുന്നു അത് കേട്ടോ. അപ്പൊ ഹിതകാരുണ്യ സമാജം, വീരേശലിംഗം, വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ്. സത്യശോധക സമാജ് 1873, ജ്യോതിബ ഫൂലെ, ഇ വി രാമസ്വാമി നായികർ, പെരിയോർ, സ്വാഭിമാന പ്രസ്ഥാനം, വൈക്കം വീരൻ, വൈക്കം ഹീറോ എന്നൊക്കെ അറിയപ്പെടുന്നു, ആത്മാറാം പാണ്ഡ്യൻ പ്രാർത്ഥനാ സമാജം. ഇത് അത്രയും മതി അവിടെ കേട്ടോ. ഇപ്പൊ എന്ത് ചെയ്യാം, ബാക്കി നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഇതുപോലെ എന്ത് ചെയ്യാം, പറ്റുകയാണെങ്കിൽ ഒരേ സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വെക്കാം കേട്ടോ. ഇപ്പൊ ഡിഗ്രി ലെവലിന്റെ പ്ലസ് ക്ലാസ്സുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആൾറെഡി 8-ാം തീയതി ആരംഭിച്ചു കഴിഞ്ഞു. 90 ദിവസത്തെ ബാച്ച് കോഴ്സ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്. ഡിഗ്രി ലെവലിന്റെ കോഴ്സിൽ 7 പേർ ചേർന്നെടുക്കുന്ന ബാച്ച് കോഴ്സ് ആണ്. അവിടെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. LDCയുടെ ക്രാഷ് കോഴ്സ്, 90 ദിവസത്തെ ക്രാഷ് കോഴ്സ്, പുതിയ ക്രാഷ് കോഴ്സ് എന്ത് ചെയ്യുന്നു, 7 പേർ ചേർന്നിട്ടുള്ള ബാച്ച് കോഴ്സ് ഈ 17-ാം തീയതി ആരംഭിക്കുന്നു. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്ലസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് റെഫറൽ കോഡായിട്ട് എന്ത് ചെയ്യാം, മൻസൂർ ലൈവ് എന്നുള്ള റെഫറൽ കോഡ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ഒരു 10% നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, സബ്സ്ക്രിപ്ഷൻ ചാർജിൽ ഡിസ്കൗണ്ട് ലഭിക്കും. നിങ്ങളുടെ ക്രെഡിറ്റ് പോയിന്റ് എത്രയാണോ അതും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 9% കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ അഡീഷണൽ സബ്സ്ക്രിപ്ഷൻ ഡിസ്കൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടുകയും ചെയ്യും. പിന്നെ അടുത്തൊരു ദിവസം എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബാക്കി അവിടെ ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, അവിടെ സേഫ് ആയിട്ടിരിക്കുക. പുറത്തോട്ടൊന്നും എന്ത് ചെയ്യണ്ട, ഇറങ്ങാൻ നിൽക്കണ്ട, പുറത്തൊന്നുമില്ല കേട്ടോ. വെറുതെ അലഞ്ഞിരിഞ്ഞ് നടക്കണം ഓരോരുത്തർ. അപ്പൊ ഓക്കെ.